നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. 11-നെതിരെ 12 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. കുറ്റിക്കോലിൽ ലോറി മറിയുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇന്നലെ വൈകുന്നേരമാണ് അടയ്ക്ക കൊണ്ടുപോയിരുന്ന ലോറി കളക്കര ഇറക്കത്തിൽ വെച്ച് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. കുട്ടികൾക്ക് നേരെ വടിയെടുത്താലേ കാര്യങ്ങൾ ശരിയാകൂ എന്നൊരു വിഭാഗം അധ്യാപകർ കരുതുന്നു. അത് ശരിയല്ലെന്നും തിരുത്തണമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ. ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾക്ക് താത്കാലിക ആശ്വാസമായി 2 മാസത്തെ ശമ്പളം ലഭിച്ചു. പോയകാല നാടക പ്രവർത്തന രംഗത്തെ കാഞ്ഞങ്ങാടിന്റെ മുഖം രസിക ശിരോമണി കോമൻ നായരുടെ പേരിലുള്ള രസിക ശിരോമണി പുരസ്കാരം പ്രശസ്ത നാടക നടനും നാടക പ്രവർത്തകനുമായ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക് നൽകുമെന്ന് കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷി മക്കളോട് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃകകൾ സൃഷ്ടിക്കാൻ സമൂഹം കൂടുതൽ സന്നദ്ധമാകണമെന്ന് മുൻ IG മധുസൂദനൻ പറഞ്ഞു. സ്നേഹവീടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് മുൻപ് നെൽകൃഷിക്കും നാട്യപ്പാട്ടിനും നേതൃത്വം നൽകിയ പുല്ലൂർ മധുരമ്പാടിയിൽ മൊട്ടക്കുന്ന് P ചിരുതയമ്മയുടെ 100ാം പിറന്നാൾ ആഘോഷിച്ചു. മധുരമ്പാടി കുരുക്ഷേത്ര ഗ്രാമ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് പിറന്നാൾ ആഘോഷിച്ചത്. വാർത്തകൾ വിശദമായി. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. 11-നെതിരെ 12 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. ഉദുമ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. പ്രസിഡന്റിനെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഇത്. CPMലെ പി വി രാജേന്ദ്രനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 11-നെതിരെ 12 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും വരെ വൈസ് പ്രസിഡന്റ് ഫൗസിയ അബ്ദുള്ളയ്ക്കായിരിക്കും പ്രസിഡന്റിന്റെ ചുമതല. ഉദുമയിൽ UDFന് 12ഉം LDFന് 11ഉം അംഗങ്ങളുണ്ട്. ബാലറ്റ് പേപ്പറിന്റെ പിറകിൽ ഒപ്പില്ലാത്തതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി N ചന്ദ്രന്റെ വോട്ട് അസാധുവായിരുന്നു. ഇരുവർക്കും 11 വീതം വോട്ട് ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പിലൂടെ CPMലെ രാജേന്ദ്രൻ പ്രസിഡന്റായത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ UDFലെ സിയാസ് കാപ്പിൽ അവിശ്വാസം അവതരിപ്പിച്ചു. തുടർന്ന് 45 മിനിറ്റോളം ചർച്ച നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC അജിത, അസിസ്റ്റന്റ് സെക്രട്ടറി VV ശശി, PM സുരേന്ദ്രനാഥ്, SK ശാലിനി, T പരമേശ്വർ എന്നിവർ വോട്ടെടുപ്പ് നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ. കുറ്റിക്കോൽ ലോറി മറിയുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇന്നലെ വൈകുന്നേരമാണ് അടയ്ക്ക കൊണ്ടുപോയിരുന്ന ലോറി കളക്കര ഇറക്കത്തിൽ വെച്ച് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വീട്ടുകാർക്ക് പരിക്കില്ല. കുറ്റിക്കോൽ ചുള്ളിക്കര റോഡിൽ കളക്കര വളവിൽ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടം. ഇതിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുറ്റിക്കോൽ ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് അടയ്ക്ക കയറ്റി പോകുകയായിരുന്ന ചരക്ക് ലോറിയാണ് ഇറക്കമിറങ്ങി വരുമ്പോൾ വളവിന് താഴെ നാരായണന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇറക്കവും വളവും കൂടിയ ഇവിടം സ്ഥിരം അപകടം നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ അപകടത്തിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുട്ടികൾക്ക് നേരെ വടിയെടുത്താലേ കാര്യങ്ങൾ ശരിയാകൂ എന്ന് ഒരു വിഭാഗം അധ്യാപകർ കരുതുന്നു. അത് ശരിയല്ലെന്നും തിരുത്തണമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ. KT ജലീൽ വിഷയത്തിൽ കേസെടുത്തത് സ്വാഭാവികമാണെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു. വിവാദമാണ് ജലീലിന്റെ കുട്ടികളെ പരിഹരിച്ചത്. ബാലാവകാശ കമ്മീഷൻ സ്വാഭാവികമായിട്ട് കേസെടുത്തിട്ടുണ്ട്. എന്താണ് അത്? കമ്മീഷന്റെ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്താണ് വിശദീകരണമെന്നും അതിന്റെ കൺസേൺഡ് ഓഫീസർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അത് കമ്മീഷന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ്. എവിടെയെങ്കിലും ഒരു ഇഷ്യൂസ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമോ വേണ്ടിയോ എന്ന് പിന്നീട് തീരുമാനിക്കുമല്ലോ. അത് ഈ മാധ്യമ വാർത്തകൾ വിവാദമായ തുടർന്നുള്ള സ്വാഭാവിക നടപടി
അല്ല, വിവാദം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കമ്മീഷന്റെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഏത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടാലും ഞങ്ങൾ അപ്പൊ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടൊരു വിശദീകരണം ചോദിക്കുന്നുണ്ട്. ആ വിശദീകരണം റിപ്പോർട്ടായിട്ട് കമ്മീഷന് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് തുടർ നടപടികൾ എടുക്കാം. ഈ കുട്ടികളെ നിങ്ങൾ പറയുന്നത് അധ്യാപകർ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രീ ഡിഗ്രി കാലത്ത് പഠിക്കുമ്പോൾ കോളേജുകളിലും ഒക്കെ സംഘർഷങ്ങൾ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറയുന്നത് കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ക്ലാസ്സിൽ തിങ്ങിയിരിക്കുമ്പോഴുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ കുട്ടികൾക്കുണ്ടാവും. അത് കുറക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ഏതൊക്കെ തരത്തിൽ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, അവരുടെ സ്ട്രെസ്, ഇതൊക്കെ കുറക്കാൻ ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഞങ്ങളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രത്യേകിച്ച് അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾ അവരുടെ എന്തൊക്കെയാണ് അവരുടെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. നമ്മളത് കുട്ടികൾ തമ്മിലുള്ളൊരു വെറും ഒരു സംഘർഷമായിട്ട് അതിനെ ചുരുക്കിക്കാണേണ്ടത്. കാരണം അഡോളസന്റ് ഏജിൽ കുട്ടികൾക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്തേ മതിയാവും. അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടെ അവരുടെ ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ കരുതുന്നു. എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ തീർച്ചയായും ഞങ്ങൾ പലപ്പോഴും കൊടുത്ത നിർദ്ദേശങ്ങൾ തന്നെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുൻപ് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇത്തരം സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മൾ താമരശ്ശേരി ആ വിഷയത്തിലടക്കം ഞങ്ങൾ സ്കൂളുകൾ അധ്യാപകർക്ക് കൊടുത്ത ട്രെയിനിങ്ങിലടക്കം കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് ഇപ്പോഴും തുടങ്ങിയത് കൊണ്ട് കാര്യമില്ല. +2 എത്തിയ ഒരു കുട്ടിയെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ എത്രത്തോളം പ്രയാസമുണ്ട്. അതേസമയം നമ്മൾ പറയുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിപ്പോ പിന്നീട് വന്ന ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് പ്രയാസമില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾക്ക് പ്രയാസമില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ലല്ലോ. കുട്ടികൾ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഗുണപരമാവുന്ന രീതിയിലാണ് എങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. ഈ കണ്ണൂരെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അതിപ്പോ ഇന്ന് ഞാനും കമ്മീഷന്റെ അംഗങ്ങളും അടക്കം ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ വീട്. അത് കമ്മീഷൻ അതിനകത്ത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ എന്തായാലും കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് നമുക്ക് കിട്ടിയ വാർത്തകൾ അനുസരിച്ച് അതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അനസ്തേഷ്യ കൊടുക്കണമോ വേണ്ടിയോ എന്നുള്ളത് ആ ഒരു സംശയമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് റിപ്പോർട്ട് കിട്ടിയാലല്ലേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയും. നേരത്തെ സംസാരിച്ച ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അത് നിയമം കർശനമാണ്, പക്ഷെ ഒരു തരത്തിലും അത് പ്രായോഗികമാവുന്നില്ല. അങ്ങനെ കമ്മീഷൻ ഉൾപ്പെടെ തോന്നിയിട്ടുണ്ട്. പ്രായോഗികമാവാത്തത് കൊണ്ടല്ല, പ്രായോഗികമാക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമല്ലോ. ഈ ഇഷ്യൂസ് നമ്മുടെ എല്ലാ മേഖലയിലും കുറച്ച് കുട്ടികളെങ്കിലും പല രീതിയിലുള്ള ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളൊക്കെ ഉണ്ടാവും. അത്തരം കുട്ടികളെ കണ്ടെത്തി അവരുടെ ആക്ടിവിറ്റീസ് മറ്റൊരു തലത്തിലേക്ക് മാറ്റിയാലല്ലേ ആ കുട്ടികൾ ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ. സ്വാഭാവികമായിട്ടുള്ളൊരു വളരെ പേഷ്യന്റോടുകൂടി നമ്മൾ പെരുമാറുന്ന കുട്ടികൾ അങ്ങനെ പെരുമാറാറില്ലല്ലോ. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ആ ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടെത്തി ആ കുട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിക്കണം. അത് വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങേണ്ട ഒരു പ്രക്രിയയും കൂടിയാണ്. കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി അത് സമൂഹത്തിലേക്ക് കുട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് കുട്ടി സമൂഹത്തോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് കുട്ടിക്ക് നല്ല ബോധ്യമുണ്ടാവാൻ അത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾക്ക് താത്കാലിക ആശ്വാസമായി 2 മാസത്തെ ശമ്പളം ലഭിച്ചു. 5 മാസമായി ശമ്പളം മുടങ്ങിയതോടെ തൊഴിലാളികൾ ദുരിതത്തിലായിരുന്നു. ഇത് സംബന്ധിച്ച് സിറ്റി വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ നടപടി. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. 2016 ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീകളിൽ നിന്ന് ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചത്. ഇത്തരത്തിൽ നിയോഗിക്കപ്പെട്ട 21 വനിതാ ജീവനക്കാർക്കായിരുന്നു 5 മാസമായി ശമ്പളം മുടങ്ങിയത്. കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർക്ക് 5 മാസമായി ശമ്പള കുടിശ്ശിക കൂടി വന്നതോടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു.
ഇത് സംബന്ധിച്ച് സിറ്റി ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ ടൂറിസം വകുപ്പ് അടിയന്തരമായി 2 മാസത്തെ ശമ്പളം ഇവർക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ അനുവദിച്ചത്. കുടിശ്ശികയായ ബാക്കി തുക ഓണത്തിനു മുൻപ് വിതരണം ചെയ്യുമെന്ന് DTPC അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രാദേശികമായ തൊഴിൽ പരിഗണനകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ജീവനക്കാരെ ശുചീകരണ ജോലിക്ക് നിയമിച്ചത്. ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ പരിസര പ്രദേശങ്ങൾ, പള്ളിക്കര ബീച്ച്, ചന്ദ്രഗിരി കോട്ട തുടങ്ങി വിവിധ ഇടങ്ങളിലാണ് ഇവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ശേഖരിച്ച് പ്രദേശം ശുചീകരിക്കുക എന്നതാണ് ഇവരുടെ ജോലി. 20 വർഷമായിട്ടും തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിത്തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശുചീകരണ തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പോയകാല നാടക പ്രവർത്തന രംഗത്തെ കാഞ്ഞങ്ങാടിന്റെ മുഖം രസിക ശിരോമണി കോമൻ നായരുടെ പേരിലുള്ള രസിക ശിരോമണി പുരസ്കാരം പ്രശസ്ത നാടക നടനും നാടക പ്രവർത്തകനുമായ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക് നൽകുമെന്ന് കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോയകാല നാടക പ്രവർത്തന രംഗത്തെ കാഞ്ഞങ്ങാടിന്റെ മുഖം രസിക ശിരോമണി കോമൻ നായരുടെ പേരിലുള്ള രസിക ശിരോമണി പുരസ്കാരം പ്രശസ്ത നാടക നടനും നാടക പ്രവർത്തകനുമായ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക് നൽകുമെന്ന് കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷങ്ങൾക്കപ്പുറത്ത് കോവിഡിന്റെ കാലത്ത് കാഞ്ഞങ്ങാട് രൂപം കൊണ്ട പല സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കോവിഡിന്റെ ആ സമയത്ത് ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കലാപ്രവർത്തനം ആകെ നിലച്ചുപോയ ഒരു സന്ദർഭത്തിൽ സാമൂഹിക ബന്ധങ്ങൾ പോലും അറ്റുപോയിട്ടുള്ള ഒരു കാലത്ത് ആ ഒരു നിശബ്ദതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടെയും പരിസരത്തൊക്കെയുള്ള സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ച് നാടക പ്രവർത്തകർ, അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയേറ്റർ ഗ്രൂപ്പ് നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 നാടകങ്ങൾ നമ്മൾ കാഞ്ഞങ്ങാട് പരിസരങ്ങളിലും, കാഞ്ഞങ്ങാട് മാത്രമല്ല കേരളത്തിലുടനീളം നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് നാടക മേഖലയിൽ ദീർഘമായിട്ടുള്ള സേവനമനുഷ്ഠിച്ച നാടക കലയ്ക്ക് അമൂല്യമായിട്ട് സംഭാവന നൽകിയിട്ടുള്ള ആളുകൾക്ക്, കലാകാരന്മാർക്ക് രസിക ശിരോമണി കോമൻ നായരുടെ പേരിൽ ഒരു പുരസ്കാരം നൽകി വരുന്നുണ്ട്. ഓഗസ്റ്റ് 9 വൈകിട്ട് 6 കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടക്കുന്ന അവാർഡ് വിതരണ ചടങ്ങ് കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും. 15,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും നൽകും. നാടകകലയുടെ ഉന്നമനത്തിനും വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലമായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന തിയേറ്റർ ഗ്രൂപ്പ് കാഞ്ഞങ്ങാട് നൽകുന്ന 5ാമത് അവാർഡാണിത്. ബാലഗോപാലൻ മാസ്റ്റർ അഭിനയിച്ച സോളോ നാടകം തനിയ, തിരുവമ്പാടി ജനചേതന അവതരിപ്പിക്കുന്ന വിപരീതം എന്ന നാടകവും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ C. ബാലൻ, N. മണിരാജ്, രവീന്ദ്രൻ നീലേശ്വരം, C. നാരായണൻ, ബാലൻ പാക്കം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭിന്നശേഷി മക്കളോട് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃകകൾ സൃഷ്ടിക്കാൻ സമൂഹം കൂടുതൽ സന്നദ്ധമാകണമെന്ന് മുൻ IG മധുസൂദനൻ പറഞ്ഞു. സ്നേഹവീടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി മക്കളോട് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃകകൾ സൃഷ്ടിക്കാൻ സമൂഹം കൂടുതൽ സന്നദ്ധമാകണമെന്ന് മുൻ IG മധുസൂദനൻ പറഞ്ഞു. സ്നേഹവീടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒറ്റപ്പെട്ട ചില വ്യക്തികൾ, കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ സമൂഹത്തിലെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഒരു ജീവിത ദശയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ട്, പാട്ടിൽ സൂചിപ്പിച്ചതുപോലെ സ്വന്തം കാര്യം മാത്രം അല്ലെങ്കിൽ സ്വന്തം കുടുംബകാര്യം മാത്രം നോക്കി നടക്കാൻ ബന്ധപ്പെടുന്ന 99% ജനങ്ങളിൽ നിന്നും വ്യത്യസ്തരായി പ്രവർത്തിക്കുന്നു കാണുമ്പോൾ
ഞാൻ സത്യം പറഞ്ഞാൽ വളരെ വളരെ ചെറുതായി പോകുന്നു. ഇത്തരം സംഗമങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് യഥാർത്ഥ തിരിച്ചറിവുണ്ടാവുന്നത്. 1000 ബുക്കുകൾ വായിച്ചാൽ കിട്ടാത്ത ഒരുതരം അനുഭവം, ഒരു പ്രത്യേക ജ്ഞാനം ഇത്തരം വളരെ ലളിതമായ ചടങ്ങുകൾ കൂടി നമുക്ക് ലഭിക്കുന്നു. രാജ്യത്തെ 3 പ്രധാനമന്ത്രിമാരുടെ സുരക്ഷാ ചുമതല വഹിച്ച അനുഭവം പങ്കുവച്ച അദ്ദേഹം ഭിന്നശേഷിക്കാരായ മക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേർത്തു നിർത്തേണ്ടത് ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ ജയരാജൻ കണ്ണൂത്ത് അധ്യക്ഷത വഹിച്ചു. പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സബിത മുഖ്യപ്രഭാഷണം നടത്തി. സണ്ണി പൈക്കട, V നാരായണൻ, അമ്പലത്തറ നാരായണൻ, T ശോഭന, KV ജാനകി, T അപ്പക്കുഞ്ഞി, ജെയിൻ K വർഗീസ്, അഡ്വക്കേറ്റ് N കരുണാകരൻ, അഡ്വക്കേറ്റ് K പീതാംബരൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നിർമ്മൽ കുമാർ കാടകവും സുഭാഷ് കാടകവും സംയുക്തമായി അവതരിപ്പിച്ച സാംസ്കാരിക ബോധന പ്രകടനങ്ങൾ കുട്ടികളെയും മാതാപിതാക്കളെയും ഒരുപോലെ ആവേശഭരിതരാക്കി. PV ദിനില സ്വാഗതവും മുനീസ അമ്പലത്തറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള കഴിഞ്ഞ് വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നെൽകൃഷിക്കും നാട്യപ്പാട്ടിനും നേതൃത്വം നൽകിയ പുല്ലൂർ മധുരമ്പാടിയിൽ മൊട്ടക്കുന്ന് P ചിരുതയമ്മയുടെ 100ാം പിറന്നാൾ ആഘോഷിച്ചു. മധുരമ്പാടി കുരുക്ഷേത്ര ഗ്രാമ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് പിറന്നാൾ ആഘോഷിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് നെൽകൃഷിക്കും നാട്യപ്പാട്ടിനും നേതൃത്വം നൽകിയ പുല്ലൂർ മധുരമ്പാടിയിൽ മൊട്ടക്കുന്ന് P ചിരുതയമ്മയുടെ 100ാം പിറന്നാൾ ആഘോഷിച്ചു. മധുരമ്പാടി കുരുക്ഷേത്ര ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് പിറന്നാൾ ദിനം ആഘോഷിച്ചത്. ക്ലബ് ജോയിന്റ് സെക്രട്ടറി P വിവേക് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് A കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം A സന്തോഷ് കുമാർ മധുരമ്പാടി ഉദ്ഘാടനവും ആദരസമർപ്പണവും നടത്തി. നമ്മുടെ ഈ നാടിൻ്റെ മുത്തശ്ശിയായിട്ടുള്ള ശ്രീമതി ചിരുതയമ്മയുടെ
100ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ നാടിൻ്റെ, ഈ പുല്ലൂർ വില്ലേജിൻ്റെ തന്നെ, പുല്ലൂർ ഗ്രാമത്തിൻ്റെ തന്നെ മുത്തശ്ശിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട തിരുതയ്യമ്മയ്ക്ക് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു പിറന്നാൾ ദിനമാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിൽ കൂടി അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഈ വീട് വിട്ടവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഇത് ആഘോഷിക്കുന്നത്. മുൻ മെമ്പർ എ ഷീബ, പോലീസ് ഓഫീസർ ASI വി സുധീർ ബാബു, മധുരമ്പാടി മുത്തപ്പൻ വടപുര പ്രസിഡന്റ് എ ദാമോദരൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചിരുതേയി അമ്മയുടെ മകൻ ദാമോദരൻ അമ്മയുടെ ജീവിത രീതി വിവരിച്ചു. കുരുക്ഷേത്ര ട്രഷറർ പി വസന്തകുമാർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മധുരമ്പാടി ഗ്രാമം ഒന്നടങ്കം ചിരുതേയി അമ്മയുടെ വീട്ടിലേക്ക് 100ാം പിറന്നാളിന് ഒഴുകിയെത്തി. അമ്മയ്ക്ക് പൊന്നാടയും പുതുവസ്ത്രവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചിത്വ മിഷന്റെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹരിത വിദ്യാലയ ക്യാമ്പയിനും കാൻഫെഡ് സോഷ്യൽ ഫോറത്തിന്റെ വായനമാസാചരണത്തിന്റെ ഭാഗമായി പുസ്തക കിറ്റ് വിതരണവും നടന്നു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വ മിഷൻ, കാഞ്ഞങ്ങാട് നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത വിദ്യാലയ ക്യാമ്പയിനും കാൻഫെഡ് സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാമാസാചരണ പുസ്തക കിറ്റ് വിതരണവും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഇരു പരിപാടികളും ഉദ്ഘാടനം ചെയ്തു. ഓഡിറ്റോറിയങ്ങളിലെല്ലാം ഇത് നിർത്തലാക്കാൻ ഏറെ പ്രയത്നം ചെയ്യുന്നു. ഇനി അങ്ങോട്ടും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. അപ്പോൾ നമ്മളെല്ലാവരും മാലിന്യമുക്തമായ ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റാം. നിങ്ങളാണ് അടുത്ത തലമുറ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനോട്, ഈ മുദ്രാവാക്യത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിലെല്ലാം പേനയുണ്ട് ഇല്ലേ? ബാഗിൽ, സ്കൂളിൽ ബാഗുണ്ടാവില്ല. ആ പേനയിൽ മഷി കളഞ്ഞാൽ നിങ്ങളത് എവിടെയെങ്കിലും കളയും. ഒരാൾ പേന മഷി കളഞ്ഞാൽ കളയാൻ പാടില്ല. സ്കൂളിലൊരു ബിന്ന് വെച്ച് ആ ബിന്നിൽ നിങ്ങൾ പേന നിക്ഷേപിക്കും. ആ പേന നമുക്ക് സ്കൂളിലൊരു വരുമാനമായി മാറും. വേസ്റ്റ് തരൂ, കാശ് തരാം. മഷി കഴിഞ്ഞ പേന വേസ്റ്റ് അല്ലേ? അപ്പോൾ അത് വേസ്റ്റ് തരൂ, കാശ് തരാം എന്നതാണ് ഐറ്റം വരുന്നത്. അതിന് സ്കൂളിൽ ഒരു ഫണ്ട് കിട്ടും, അത് കൊടുത്താൽ. നിങ്ങൾ മിഠായി തിന്നാൽ മിഠായി കവർ കളയാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ബേക്കറി സാധനങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ കവറുകൾ കളയാൻ പാടില്ല. പരിപാടിയിൽ വെച്ച് ശുചിത്വ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു. പൂർണ്ണമായി സഹകരിക്കും. ചെറിയ ചെറിയ തുടക്കങ്ങൾക്ക് വലിയ മാറ്റം കൊണ്ടുവരാനാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വിദ്യാലയത്തെ ഒരു ഹരിത വിദ്യാലയവും അതുവഴി ഒരു മാലിന്യമുക്ത കേരളവും സൃഷ്ടിക്കാൻ ഞാൻ എപ്പോഴും പ്രയത്നിക്കും. നഗരസഭാ കൌൺസിലറും PTA പ്രസിഡന്റുമായ N ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ CPV വിനോദ് കുമാർ വിഷയാവതരണം നടത്തി. N സുകുമാരൻ, ഫൗസിയ ഷെരീഫ്, M വിജയൻ, MK ഗിരീഷ്, K ഗീത, VS അരുൺ, P ശാരദ, T തമ്പാൻ, സുകുമാരൻ, സുബൈദ, ഗിരീഷൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ വിവേകാനന്ദ നഗറിലെ നിർമ്മലയുടെയും മകന്റെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. വിശ്വസേവാഭാരതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഗൃഹപ്രവേശനവും താക്കോൽ കൈമാറ്റ ചടങ്ങും നടന്നു. വിശ്വസേവാഭാരതി തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി കൊളവയൽ വിവേകാനന്ദ നഗറിലെ നിർമ്മലയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഗൃഹപ്രവേശനവും താക്കോൽദാന സമർപ്പണവും നടന്നു. രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ കൊളവയൽ വിവേകാനന്ദ നഗറിലെ വീട്ടിലെത്തി താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തി. ദേശീയ സേവാഭാരതി നമ്മുടെ സമൂഹത്തിൽ നിരാലംബരായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെ കൈപിടിച്ചുയർത്താനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമുള്ള പരിശ്രമം നടത്തുന്ന ഒരു സേവാ സ്ഥാപനമാണ്, സംഘടനയാണ്. സേവാഭാരതിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പദ്ധതിയാണ് തലചായ്ക്കാൻ ഒരിടം എന്നുള്ളത്. സുരക്ഷിതമായ വീട്
ദൗർഭാഗ്യവശാൽ സ്വന്തം നിലയ്ക്ക് കെട്ടിപ്പടുക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് സമൂഹത്തിലെ ഉദാരമതികളായ ബന്ധുജനങ്ങളുടെ കൂടി സഹകരണത്തോടെ സുരക്ഷിതമായ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തലചായ്ക്കാനൊരിടം എന്ന പദ്ധതി. ആ പദ്ധതി പ്രകാരം ഈ പ്രദേശത്തെ ഏറ്റവും അർഹതപ്പെട്ട നല്ലൊരു വീട് എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ പോയ പ്രിയ സഹോദരി നിർമ്മല ചേച്ചിക്കും മകനും മനോഹരമായ ഒരു വീട് പണിതിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഗൃഹപ്രവേശം താക്കോൽദാനം കർമ്മം നടക്കുകയാണ്. ഇത്തരത്തിലുള്ള സേവാ സംരംഭങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സേവാഭാരതി മുന്നോട്ട് പോകുന്നത്. സേവാഭാരതിയുടെ കരുത്ത് എന്ന് പറയുന്നത് സേവന തൽപരരായ ത്യാഗനിർഭരരായ പ്രവർത്തകന്മാരാണ്. അവരുടെ ഈ സംരംഭത്തിന് എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. നമുക്കൊരു വാസവികമായ വീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസേവാഭാരതിയെ സമീപിച്ചു. അവർ കാരണമാണ് നമുക്കൊരു വീട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വിശ്വസേവാഭാരതിക്ക് നമ്മളെ നന്ദി അറിയിക്കും. വന്ദേമാതര ഗാനാലാപനത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച പരിപാടിയിൽ വിശിഷ്ട വ്യക്തികൾ ദീപപ്രജ്വലനം നടത്തി. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KP കുമാരൻ അധ്യക്ഷത വഹിച്ചു. വിശ്വ സേവാഭാരതി ചെയ്യുന്ന ഇത്തരം സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് തന്നെ മാതൃകയാണെന്നും ഇത്തരം സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ എല്ലാവരും തയ്യാറായി മുന്നോട്ടു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ സ്വയം സേവക സംഘം കാഞ്ഞങ്ങാട് ജില്ലാ സംഘചാലക് P ഉണ്ണികൃഷ്ണൻ, വിഭാഗ് സേവാ പ്രമുഖ് പ്രമോദ്, ദേശീയ സേവാഭാരതി ജില്ലാ സെക്രട്ടറി സംഗീത വിജയൻ എന്നിവർ സംസാരിച്ചു. മാണിക്കോത്ത് മേൽപ്പാലം പ്രവൃത്തി എത്രയും പെട്ടെന്ന് പാസാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതയോടെ പൂർത്തീകരിക്കാൻ തയ്യാറാവണമെന്ന നിവേദനവും മറ്റ് പൊതു ജനോപകാരപ്രദമായ മറ്റ് നിരവധി നിവേദനങ്ങളും വേദിയിൽ വെച്ച് MP കൈമാറി. RSS ജില്ലാ കാര്യവാഹ് സനൽ, ജില്ലാ പ്രൗഢ പ്രമുഖ് കൃഷ്ണൻ ഏച്ചിക്കാനം, സമ്പർക്ക പ്രമുഖ് ജില്ലാ സേവാ പ്രമുഖ് ബാബു പുല്ലൂർ, ജില്ലാ പ്രചാരക് രഞ്ജിത്ത്, ജില്ലാ സഹകാര്യവാഹകരായ ഓം പ്രകാശ് നാഗേഷ് ഉദുമ, വിശ്വസേവാഭാരതി സെക്രട്ടറി രാജൻ, വിവേകാനന്ദൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. രാമകൃഷ്ണൻ കുത്തിക്കാൽ സ്വാഗതവും രവി കൊളവയൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPU ഹോസ്ദുർഗ് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് M കുഞ്ഞുഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കുക, കുടിശ്ശിക ക്ഷമാശ്വാസം അനുവദിക്കുക, മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ KSSPU ഹോസ്ദുർഗ് യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് M കുഞ്ഞുഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷണത്തിൽ പങ്കെടുത്തത് നല്ല പ്രഭാഷണമായിട്ട് അത് മാറിയിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. പിന്നെ സംഘടന ചർച്ച നടക്കുന്നു. അതിനുശേഷം സംഘടന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറി KV ഗോവിന്ദനാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ചർച്ച ഒന്നിനൊന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ചർച്ചകൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ചർച്ച നല്ല ചർച്ചയായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാംസ്കാരിക സമ്മേളനം, അതോടുകൂടി തന്നെ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഫാദർ വർഗീസ് ചട്ടാരക്കലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ KN കുഞ്ഞാമത് വരാമെന്ന് ഏറ്റിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് എത്താൻ വേണ്ടി കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. UK കുമാരൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നല്ല പ്രഭാഷണമായിട്ട് ആണ് അത് ഉള്ളത് എന്നുള്ളതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് ഒന്നിനൊന്നും മെച്ചപ്പെട്ടാണ് എല്ലാ നമ്മുടെ സമ്മേളനങ്ങളും മുഴുവൻ. പിന്നെ സംഘടന സെക്രട്ടറി PK മൂന്നൻ, CITU സമ്മേളനം, ട്രേഡ് യൂണിയൻ സമ്മേളനം, CITU സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PK മൂന്നനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം തൊഴിലാളിയുടെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ വിസ്തരിച്ചുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് മൂന്നൻ്റെ പ്രഭാഷണം അതുപോലെ തന്നെ അത് വളരെ ഭംഗിയായിട്ടുണ്ട്. കൺവെൻഷനിൽ വെച്ച് സംസ്ഥാന സമ്മേളന കാര്യങ്ങൾ വിശദീകരിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ, ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ, VV ബാലകൃഷ്ണൻ, യൂണിറ്റ് ചാർജ് വഹിക്കുന്ന കുഞ്ഞികൃഷ്ണൻ KV എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സംഘടനയിൽ പുതുതായി അംഗത്വമെടുത്ത കമല, B രേണുക, K ബാലകൃഷ്ണൻ, പ്രമോദിനി കൊഴക്കുണ്ട എന്നിവർക്ക് സ്വീകരണം നൽകി. യോഗത്തിൽ സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതവും B സുരേന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
KSSBU അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കണമെന്ന് KSSBU അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി സംഘടനയിലേക്ക് വന്ന 10 അംഗങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകി. കൂടാതെ യൂണിറ്റ് മെമ്പറായ കിഴക്കുംകര പുള്ളിക്കരികാളിയമ്മ ദേവസ്ഥാനത്തിലെ കുമാരൻ വെളിച്ചപ്പാടിനെയും ആദരിച്ചു. രവീന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP കമാരൻ നായർ, സംസ്ഥാന കൗൺസിലർ VT കാർത്തിയായനി, ബ്ലോക്ക് ട്രഷറർ V സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മെഡിസെപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് പദ്ധതി കാര്യക്ഷമമാക്കുക, ക്ഷമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക എന്നീ പ്രമേയങ്ങൾ MK രവീന്ദ്രൻ അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി MK രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. K വാസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangaru. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547
949188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ നവ ആയുഷ് ആദിവാസി വംശീയ പാരമ്പര്യ വൈദ്യ ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ ജില്ലാ മിഷനും പുല്ലൂർ പെരിയ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും പിന്തുണയിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിരവധി കേന്ദ്രങ്ങളിൽ ചികിത്സ നടത്തുകയും പാരമ്പര്യ വൈദ്യത്തിന്റെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ശ്രദ്ധേയമായ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കുകയും ചെയ്ത നെല്ലിത്തറ വൈദ്യ R പത്മാവതിയുടെ നേതൃത്വത്തിൽ ട്രൈബൽ കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ്മയിൽ ഒണ്ടംകുളം എന്ന സ്ഥലത്ത് നടത്തുന്ന പാരമ്പര്യ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രമായ നവ ആയുഷ് ആദിവാസി വംശീയ പാരമ്പര്യ വൈദ്യ ചികിത്സാ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. പാരമ്പര്യ ചികിത്സാ രീതിയിൽ കർക്കിടക ചികിത്സ, ഉഴിച്ചിൽ, സ്ത്രീരോഗങ്ങൾ, മുട്ടുവേദന തുടങ്ങിയ നിരവധി ചികിത്സകളാണ് വളരെ ചുരുങ്ങിയ നിരക്കിൽ കേന്ദ്രത്തിൽ നടത്തുന്നത്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ P പ്രീതി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ ADM CK കിഷോർ കുമാർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ M രേഖ, കുടുംബശ്രീ കോർഡിനേറ്റർ M മനീഷ്, ആനിമേറ്റർ B മുരളി, മുൻ CDS ചെയർപേഴ്സൺ VV സുനിത, KVLF അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ P പത്മനാഭൻ, A ഷീബ, ഉപജീവന സമിതി കൺവീനർ ഷൈനി രവീന്ദ്രൻ, മണികണ്ഠൻ വൈദ്യർ, ദാമോദരൻ വൈദ്യർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെഗുവേര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മടിക്കൈ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം P രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെഗുവേര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മടിക്കൈ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം P രാജൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തിമിരമുക്ത മടിക്കൈ ഗ്രാമപഞ്ചായത്ത് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ എന്ന ഒരു ക്യാമ്പ് നടത്തുകയാണ്. ക്യാമ്പിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി അരുൺ സ്വാഗതം പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് നിതിൻ അധ്യക്ഷത വഹിച്ചു. LC മെമ്പർ മുകേഷ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഴക്കാലം ആരംഭിച്ചതോടെ മഞ്ചേശ്വരം പഞ്ചായത്തിലെ ബാച്ചിലിക്കൈ, ഇടിയ, പാപ്പില, ഗോവിന്ദപ്പൈ ഡാം എന്നിവിടങ്ങളിൽ കുട്ടികളും യുവാക്കളും അപകടകരമായ രീതിയിൽ നീന്തുന്നത് നാട്ടുകാരിൽ ആശങ്ക പരത്തുന്നു. അധികൃതരുടെ വിലക്ക് ലംഘിച്ചാണ് പലരും ഇവിടെ എത്തുന്നത്. ഉയരങ്ങളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുന്നതും മത്സര സ്വഭാവത്തോടെയുള്ള നീന്തലും പതിവായതോടെ വലിയ അപകട ഭീഷണിയാണ് ഉയരുന്നത്. ഇതിനു പുറമെ ഇത്തരം ഒഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പോലീസിന്റെ കർശന നിർദ്ദേശങ്ങളുണ്ടായിട്ടും നിയമലംഘനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ മഞ്ചേശ്വരം പോലീസ് ബാച്ചലിക്കയിൽ പരിശോധന നടത്തുകയും ചിലരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വലിയൊരു ദുരന്തമൊഴിവാക്കാൻ രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജലാശയങ്ങളിലെ അപകടകരമായ വിനോദങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് അരയിൽ പ്രവർത്തനം ആരംഭിച്ച കല്യാണി സ്റ്റോർ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് ഉദ്ഘാടനം നടന്നു. വ്യാപാരി വ്യവസായി വൈസ് പ്രസിഡന്റ് ഐശ്വര്യകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് അരയിൽ പ്രവർത്തനം ആരംഭിച്ച കല്യാണി സ്റ്റോർ കല്യാണി ഹോട്ടൽ ആൻഡ് കാറ്ററിംഗിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായി വൈസ് പ്രസിഡന്റ് ഐശ്വര്യകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്ര സ്ഥാനികന്മാരായ അശോകൻ, കുഞ്ഞികൃഷ്ണൻ, ഗംഗാധരൻ, രാമകൃഷ്ണൻ, നഗരസഭാ കൌൺസിലർമാരായ M ബൽരാജ്, M പ്രശാന്ത്, വിജയൻ മണക്കാട്ട്, മുൻ കൌൺസിലർ CK വത്സൻ അരയി, PV മോഹനൻ, A കുമാരൻ അള്ളൂത്ത് എന്നിവർ പങ്കെടുത്തു. ആദ്യ വിൽപ്പന കൌൺസിലർ ബൽരാജിൽ നിന്നും അരയിലെ പ്രമുഖ വ്യവസായി പ്രവാസി KP ശങ്കരൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ കല്യാണി കാറ്ററിംഗ് ഉടമ TK അനിതയടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. 11-നെതിരെ 12 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്.
കുറ്റിക്കോലിൽ ലോറി മറിയുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇന്നലെ വൈകുന്നേരമാണ് അടയ്ക്ക കൊണ്ടുപോയിരുന്ന ലോറി കളക്കര ഇറക്കത്തിൽ വെച്ച് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. കുട്ടികൾക്ക് നേരെ വടിയെടുത്താലേ കാര്യങ്ങൾ ശരിയാകൂ എന്നൊരു വിഭാഗം അധ്യാപകർ കരുതുന്നു. അത് ശരിയല്ലെന്നും തിരുത്തണമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ. ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾക്ക് താത്കാലിക ആശ്വാസമായി 2 മാസത്തെ ശമ്പളം ലഭിച്ചു. പോയകാല നാടക പ്രവർത്തന രംഗത്തെ കാഞ്ഞങ്ങാടിന്റെ മുഖം രസിക ശിരോമണി കോമൻ നായരുടെ പേരിലുള്ള രസിക ശിരോമണി പുരസ്കാരം പ്രശസ്ത നാടക നടനും നാടക പ്രവർത്തകനുമായ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർക്ക് നൽകുമെന്ന് കാഞ്ഞങ്ങാട് തിയേറ്റർ ഗ്രൂപ്പ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭിന്നശേഷി മക്കളോട് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃകകൾ സൃഷ്ടിക്കാൻ സമൂഹം കൂടുതൽ സന്നദ്ധമാകണമെന്ന് മുൻ IG മധുസൂദനൻ പറഞ്ഞു. സ്നേഹവീടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് മുൻപ് നെൽകൃഷിക്കും നാട്യപ്പാട്ടിനും നേതൃത്വം നൽകിയ പുല്ലൂർ മധുരമ്പാടിയിൽ മൊട്ടക്കുന്ന് P. ചിരുതയമ്മയുടെ 100ാം പിറന്നാൾ ആഘോഷിച്ചു. മധുരമ്പാടി കുരുക്ഷേത്ര ഗ്രാമ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് പിറന്നാൾ ആഘോഷിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.